അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജാക്ക് വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ലഡാക്ക് സീരീസിൻ്റെ 9ാം ഭാഗമാണ് കഴിഞ്ഞത്. ഇത് 10ാം ഭാഗമാണ്. നിലവിൽ നമ്മൾ പാങ്കോങ് ലേക്കിൽ നിന്ന് മടങ്ങി പോരുകയാണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ ലേയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചാങ്ല പാസ് വഴിയൊക്കെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേയിൽ അധികം സ്റ്റേ ചെയ്യുന്നില്ല, നേരെ മണാലിയിലേക്ക് വിടുകയാണ്. നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാലാണ് പെട്ടെന്ന് മടങ്ങി പോരേണ്ടി വരുന്നത്. അത് മാത്രമല്ല, നാളെ ഒരൊറ്റ ദിവസമാണ് ലേ മണാലി റോഡ് തുറക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ അത് ബ്ലോക്കാണ്. അപ്പോൾ നാളെ തുറക്കുന്ന ദിവസം തന്നെ ഇവിടെ നിന്ന് മടങ്ങി പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ യാത്രാ മധ്യയുള്ള വീഡിയോകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊന്നും തൽക്കാലം ഈ വീഡിയോയിലില്ല. നമുക്കിനി പിന്നീട് വീണ്ടും ലഡാക്കിലൊക്കെ നമുക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, അഭിപ്രായം പറയുക. നിങ്ങൾ ഇതുവരെ നൽകിയ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി, ഒരു അഭിനന്ദനം. അപ്പോൾ നമ്മൾ പാങ്കോങ്ങിലേക്ക് നിന്ന് മടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ മഞ്ഞ് പൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ മഞ്ഞ് പൊഴിയുന്നത് നിങ്ങൾക്ക് കാറിൻ്റെ ഗ്ലാസ്സിലൂടെ കാണാം. ഇടയ്ക്ക് ഹമ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ഹമ്പ് ചാടുമ്പോഴാണ് വണ്ടി ഇങ്ങനെ ഇതാവുന്നത്. അപ്പോൾ എന്തായാലും നല്ല മഞ്ഞ് പൊഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് നിർത്തി മഞ്ഞ് പൊഴിയുന്നത് ഒരു വീഡിയോ ഒക്കെ എടുക്കണം. നല്ല രസകരമാണ്. ഇതിപ്പോൾ വലതുവശത്ത് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ നിർത്തി. ഇതാണ്. അപ്പോൾ ആ മഞ്ഞ് പൊഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മഞ്ഞ് ഇങ്ങനെ അവിടെ കൂടി കിടക്കുന്നുണ്ട്. അതപ്പോൾ ഇപ്പോൾ പൊഴിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് നേരമായിട്ട് പൊഴിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് കാറിൻ്റെ ചില്ല് ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ ആ മഞ്ഞ് പൊഴിയുന്നത് കാണാം. നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മഞ്ഞ് ധാരാളം വീണ് കിടക്കുന്നുണ്ട്. ഇത് ആ റോഡ് സൈഡിൽ തന്നെ കല്ലുകളുടെ മുകളിലൊക്കെ മഞ്ഞ് പൊഴിഞ്ഞ് കണ്ട് ഇപ്പോൾ കുറച്ചും കൂടി അധികമായി. ഇതൊരു നദിയൊന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ട ഒരു താഴ്വര കല്ലൊക്കെയുള്ള ഭാഗം തന്നെയാണ്. അത് നിറയെ മഞ്ഞ് പൊഴിഞ്ഞ് വീണ് കഴിഞ്ഞു. കാരണം നമ്മൾ നേരത്തെ പുറപ്പെട്ടപ്പോൾ മഞ്ഞ് പൊഴിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ തന്നെ മുന്നേ തന്നെ മഞ്ഞ് പൊഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, മഞ്ഞ് വീഴ്ച അധികമാണ്. പക്ഷേ നമുക്ക് ആ തണുപ്പത്ര അനുഭവപ്പെടുന്നില്ല. നല്ല രസകരമാണ്, കാണാൻ നല്ല രസമാണ് മാത്രം. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു പുഴ പോലെ, എവിടുന്നോ ദൂരേക്ക് ഒഴുകി വരുന്നൊരു പുഴ പോലെ തന്നെ മഞ്ഞിൻ്റെ ഒരു പുഴയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, എന്ത് മനോഹരമാണ് കാണാൻ. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ദുർഘടം പിടിച്ച ഒരു പാത എന്ന് പറയുന്നത് ഇപ്പോൾ ഇതായിരുന്നു. നമ്മൾ പാങ്കോങ് ലേക്കിൽ നിന്നും തിരിച്ച് ലേയിലേക്ക് പോകുന്ന വഴിയിൽ ചാങ്ല പാസിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചാങ്ല പാസിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ ഈ ലഡാക്ക് യാത്രയിൽ അത്രയും ഏറെ വിഷമിച്ചും ദുർഘടം പിടിച്ചതുമായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു പറഞ്ഞത്. മറ്റേ നമ്മുടെ സോജില്ല പാസൊക്കെ അത്ര ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് അനുഭവപ്പെട്ടില്ല. ഇപ്പോൾ ഈ പോകുന്ന വഴി നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു പാത തന്നെയാണ്. നമ്മുടെ യാസീൻ വ്ലോഗ്സ് എന്നുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ അവർ ഇതുപോലെ ചാങ്ല പാസിലൂടെ ഇറങ്ങുമ്പോൾ കുടുങ്ങിയ ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും അനുഭവപ്പെട്ടത്. അവരത് ബൈക്കിലായിരുന്നു, ഞങ്ങൾ കാറിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ അത്രയും ഒരു കഷ്ടപ്പാട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതേപോലെയൊക്കെ മഞ്ഞ് കിട്ടണമെന്ന്. അപ്പോൾ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ നമുക്ക് മഞ്ഞ് കിട്ടി. നല്ല കൊടും മഞ്ഞാണ്. അങ്ങനെ മഞ്ഞിങ്ങനെ വീണ് കടന്ന് പുത മഞ്ഞിനുള്ളിലൂടെ നമ്മളിങ്ങനെ രസകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ചാങ്ല പാസിൽ എത്തിച്ചേർന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തണം.
അപ്പോൾ ഇതാണ് എല്ലായിടത്തും നമ്മൾ എല്ലാ പാസുകളും കാണുന്ന ആ കൊടികളും കാര്യങ്ങളൊക്കെ ഇതാ ചാങ്ല പാസിൽ ഉയരം സൂചിപ്പിക്കുന്ന 17,586 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ കർദുങ്കല കഴിഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ പാസ്സാണിത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ മോട്ടറബിൾ റോഡ് എന്ന് തന്നെ പറയാം. ഏറ്റവും ഉയരത്തിലുള്ള മൂന്നാമത്തെ മോട്ടറബിൾ റോഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ചാങ്ല പാസ് നമ്മൾ പിന്നിട്ടു. അപ്പോൾ മഞ്ഞൊക്കെ നമ്മുടെ വണ്ടിയിലൊക്കെ വീണിട്ട് അതൊന്നും തുടച്ച് കളഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നിട്ട് സമതല പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലേ ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം മഞ്ഞൊന്നും ഇവിടെ ഇല്ല. എല്ലാം വളരെ മനോഹരമായ ഭൂപ്രദേശമാണ്. അപ്പോൾ അവിടെ നല്ല അതിമനോഹരമായ താഴ്വാരം കാണാം. അവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട്. ഇത് ലേയുടെ ഇങ്ങേ ഭാഗത്താണ്. നമ്മൾ കുറേ അധികം വൈകാതെ തന്നെ നമ്മൾ ലേ ടൗണിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി കരു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിക്സെ മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തിക്സെ മൊണാസ്ട്രിയിലേക്ക് എത്തിച്ചേരാറായി. ഇത് നമ്മുടെ റോഡിൻ്റെ വലതുവശത്ത് കാണുന്ന ഇതാണ് തിക്സെ മൊണാസ്ട്രി. ഇതാണ് നമ്മുടെ പ്രവേശന കവാടം ഇവിടെയാണ്. അത് ലഡാക്കിലെ വലിയൊരു മൊണാസ്ട്രി തന്നെയാണ് തിക്സെ മൊണാസ്ട്രി എന്ന് പറയുന്നത്. നമ്മളെന്തായാലും തൽക്കാലം അതിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ നിന്ന് മാത്രം നമ്മൾ കണ്ടിട്ട് മടങ്ങിപ്പോരുകയാണ്. ബുദ്ധമത മൊണാസ്ട്രികളിൽ വലിയൊരു മൊണാസ്ട്രി തന്നെയാണ് തിക്സെ മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണിത്. നമ്മൾ തൽക്കാലം പ്രവേശിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു പോരാം. വളരെ മനോഹരമാണ്. വളരെ മനോഹരത്തിരി ആധുനികം കൂടിയാണ് ഈ തിക്സെ മൊണാസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ട മൊണാസ്ട്രികളെക്കാളും കുറച്ചും കൂടി ആധുനികമായ മൊണാസ്ട്രി തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ ലേ ടൗണിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇനി നമ്മുടെ താമസ സ്ഥലത്ത് പോയി നമ്മൾ നാളെ രാവിലെ പുറപ്പെടുകയാണ്. ഇനി അധികം വൈകാതെ നമ്മൾ പുറപ്പെടുകയാണ്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരേണ്ട, കാരണം ഇവിടെ പ്രളയം വരും എന്നുള്ളൊരു ഇതൊക്കെ കിട്ടിയിട്ട് മാത്രമല്ല ഈ റോഡ് ഒറ്റ ദിവസമാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് മണാലി എത്തിച്ചേരണം. അപ്പോൾ നമ്മൾ ലേയിൽ നിന്ന് മടക്കി യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നല്ല തെളിഞ്ഞ ആകാശമാണ്, നീലാകാശം അങ്ങനെ തെളിഞ്ഞ് കാണാവുന്നുണ്ട്. അതിൽ നല്ല ഭംഗിയായ മേഘങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നമ്മളൊരു 7 മണിയോടുകൂടി തന്നെയാണ് പുറപ്പെട്ടിട്ടുണ്ട്. നല്ല വെളിച്ചമൊക്കെ പരന്നിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരത്തോടുകൂടി മണാലി എത്താമെന്നാണ് കരുതുന്നത്. മണാലിയിൽ നിന്ന് തന്നെ നമ്മൾ ഡൽഹിയിലേക്ക് തിരിക്കണം. അപ്പോൾ നമ്മളെ ലേ ടൗണൊക്കെ കഴിഞ്ഞു, സ്റ്റേ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങനെ ഓൺ ദ വേ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. വലതുവശത്ത് നമുക്ക് നദിയൊക്കെ കാണാം. ഇപ്പോൾ അത് അവിടെയൊക്കെ കഴിഞ്ഞ് മറ്റൊരു ഭൂമിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ രസകരമായ കാഴ്ചകളാണ്. എന്ത് ഭംഗിയാണ്. മുന്നിൽ നീല ആകാശം, ഇതൊക്കെ പ്രത്യേക വേറൊരു ബ്രൗണിഷ് കളർ കലർന്ന മണ്ണ്, ചുറ്റും വേറൊന്നുമില്ല, മറ്റ് ജീവജാലങ്ങളോ സസ്യജാലങ്ങളോ ഒന്നുമില്ല. നമ്മളെ റോഡും ഈ കുന്നുകളും മലകളും മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഓരോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുറേ സ്തൂപങ്ങളൊക്കെ പോകുന്ന വഴിയിൽ കാണാം. നല്ല രസകരമായിട്ടുള്ള വഴിയാണ്. അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാതിരുന്നാൽ നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു ഭൂപ്രകൃതിയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ നമ്മൾ ചെടികളും ഒക്കെയുള്ള ആ മലകൾക്കൊക്കെ വേറൊരു രൂപമാണ്. രാത്രി
ഇടയ്ക്ക് റോഡിൽ നമുക്ക് ഇതുപോലുള്ള സ്തൂപങ്ങളൊക്കെ കാണാം. വളരെ മനോഹരമായ റോഡാണ്. മിക്കവാറും ഈ റോഡ് നല്ല രസകരം തന്നെയാണ്. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് ഉരുകിയിട്ട് വെള്ളം ഒലിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ റോഡ് തകർന്നിട്ടുണ്ടാവും. ബാക്കി ഇവിടെയൊക്കെ നല്ല റോഡ് തന്നെയാണ്. നമ്മൾ ഈ മണാലിയിൽ നിന്നും കൂടുതൽ പേരും ഈ വഴി ആശ്രയിച്ചിട്ടാണ് വരാറ്. ബൈക്കേഴ്സൊക്കെ ഇതിലേതാണ് കൂടുതലും വരാറ്. എന്നുവെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ മണാലി പോകുമ്പോൾ നമ്മൾ ലഡാക്കിൽ പോകുമ്പോൾ ഈ വഴി തിരഞ്ഞെടുക്കാതിരിക്കുന്ന ഉത്തമം. ആദ്യം പോയി നല്ല പരിചയത്തിന് ശേഷം നമുക്ക് ഈ വഴിയാണ് വരേണ്ടത്. ഈ വഴി ശരിക്കും ഈ കാഴ്ചകളൊക്കെ ഉള്ളത് ഈ വഴിയിലാണ്. 0 പോയിൻ്റ് അങ്ങനെ 3-4 പാസുകളുണ്ട്. ഈ പാസുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് മണാലി എത്തുന്നത് നല്ല രസകരമായ വഴിയാണ്. കാഴ്ചകളുടെ ഒരു വസന്തം തന്നെയാണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. ഒരുപാട് സഞ്ചാരികൾ സഞ്ചരിച്ച് നിങ്ങളുടെ മുന്നിൽ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ വഴികളൊക്കെ തന്നെയാണിത്. അപ്പോൾ മിരു എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് നമ്മൾ കീലോങ്ങിലേക്കാണ് ഇനി പോകുന്നത്. ഇടതുവശത്തായിട്ട് ഈ മിരു നദിയൊക്കെ കാണാം. ഇൻഡസ് റിവറിലേക്ക് പോകുന്ന നദിയാണത്, അതിൻ്റെ കൈവഴിയാണത്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, ബ്രെഡും ജാമുമാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മഞ്ഞിൻ്റെ സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ചുറ്റും മഞ്ഞ് പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞിലൂടെ കയറി കീലോങ്ങിലെത്തി. കീലോങ്ങിലപ്പുറം ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തോടും മണാലിയിൽ എത്തിച്ചേരും. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മഞ്ഞ് വീഴ്ചയും ചാങ്ല പാസും ഒക്കെ? കൊള്ളായിരുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ പറയുക. ഇനി ഈ അടുത്തത് നേരെ മണാലി, ഇപ്പോൾ നമ്മൾ മണാലി റൂട്ടിൽ കയറിയിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ നേരെ മണാലിയിലേക്ക് എത്തും. മണാലിയിൽ നിന്ന് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് എത്തി. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആണ് അടുത്ത ലക്കത്തിൽ ഉണ്ടാവുക. അതോടുകൂടി നമ്മുടെ ഈ ലഡാക്ക് സീരീസ് അവസാനിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കുറേ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് ഇതെല്ലാം കഴിഞ്ഞ വർഷം ചെയ്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ വർഷം പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.